റാക്കിൽ വരുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് നിങ്ങളെങ്ങനെയാണ് സഹായം നൽകാൻ പോകുന്നത്? അവർക്ക് നിങ്ങളെങ്ങനെയാണ് സപ്പോർട്ട് ആവാൻ പോകുന്നത്? ഒന്ന് ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? യെസ്, റാക്കിൽ ഇൻക്യുബേറ്റ് ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് ഇനാക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെയിൻ സർവീസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ പ്രോഡക്റ്റ് ബേസ്ഡ് ഐഡിയ ഉള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. അതിൽ ടെക് റിലേറ്റഡ് ഹാർഡ്വെയർ ബോർഡുകൾ ആവശ്യമുള്ളവരുണ്ടാവും. അതേപോലെ തന്നെ മിനിമം 3D പ്രിൻറ്റിങ് ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് ഉണ്ടെങ്കിലേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്ത് സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഡിസൈനിങ് സ്റ്റേജ് മുതൽ അവരെ ഹാർഡ്വെയറിലുള്ള ചെറിയ MVP വരെയുള്ള കാര്യങ്ങളായിരിക്കും ഇനാക്സിൻ്റെ ഗ്രേറ്റസ്റ്റ് സപ്പോർട്ടായിട്ട് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അതിൽ തന്നെ ഇപ്പോൾ നമ്മളുടെ ഒരു എക്സ്പെർട്ടീസ് എന്ന് പറയുന്നത്, ഞാൻ 2018 ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുകയും ആ പ്രൊജക്റ്റ് എൻ്റെ പേരിൽ നിന്ന് ഡിസ്ക്വാളിഫൈഡ് ആയി പോകുന്നൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായി. ഞാൻ അവിടെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ റോങ് വെബ്സൈറ്റിലായിരുന്നു ഇതിൻ്റെ പേറ്റൻറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരെ ആ റോങ് സിറ്റുവേഷനിലേക്ക് പോകുന്നത് ആദ്യമേ തടഞ്ഞ് അവരെ ഗൈഡൻസും മെൻറ്റർഷിപ്പും കൊടുത്ത് റാക്കിൽ ഇൻക്യുബേറ്റ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് അവർ ഇനാക്സിനോട് കോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ബെസ്റ്റായിട്ടുള്ള ഹാർഡ്വെയർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാം. അതിൽ തന്നെ ഇനാക്സ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നത് ടെക്കിൽ IoT ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിലാണ് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. നമ്മൾ പല വലിയ ബ്രാൻഡ്സിൻ്റെയും R&D ടീമിലുണ്ടായിരുന്ന ആൾക്കാരും കൂടെ. അപ്പോൾ ആ ഒരു എക്സ്പെർട്ടീസ് ആൻഡ് നോളജ് പുതിയ വരുന്ന തലമുറക്ക് ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് ഇതെല്ലാം എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്? അതെ, ഇപ്പോൾ ഒരു ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ അവരുടെ മുമ്പിലുണ്ടാകുന്ന ആദ്യത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ബേസിക് സാധനങ്ങൾ, ഇപ്പം കോമ്പണൻറ്റ്സ്, അതേപോലെ തന്നെ മിനിമൽ ബോർഡ്സ് ഒക്കെ ഇവർ ചൈനയിൽ നിന്ന് സോഴ്സ് ചെയ്യാം. അപ്പം ഇവരുദ്ദേശിച്ച ബിൽഡ് ക്വാളിറ്റി ഇതിന് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇവരുദ്ദേശിച്ച ഡിസൈനും ആയിരിക്കില്ല. പക്ഷേ ഇവർ കോംപ്രമൈസ്ഡ് ആവും. പക്ഷേ ഇവരെ വിഷൻ ഭയങ്കര വിഷനായിരിക്കും, അടിപൊളി ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് ആയിരിക്കും. പക്ഷേ ഇവർക്കിത് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട്, ബേസിക് ആയിട്ടുള്ള സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ പല സാധനത്തിലും കോംപ്രമൈസ്ഡ് ആവും. പ്രൊഡക്റ്റായി വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, ഒരു പ്രൊഡക്റ്റ് മാത്രം സോഴ്സ് ചെയ്തായിരിക്കും. അപ്പോൾ അതിനെ ഈ ഡിസൈനിലേക്ക് ഇവർക്ക് ഇൻക്യുബേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ചിലപ്പോൾ അതിനോട് അലൈൻഡ് ആവാതെ അല്ലെങ്കിൽ ഡിസൈൻ മാച്ച് ആവാതെ സൂട്ടായി പോകുന്നൊരു സിനാരിയോ ആണ് ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്പുകൾക്ക് ഉണ്ടാവാം. അവിടെ ഇനാക്സ് റെക്ടിഫൈ ചെയ്യുന്നത് എന്താ വെച്ചാൽ അവിടെ അവരുടെ ഡിസൈനിൽ, അവരുടെ മെത്തേഡിൽ, അവരുടെ ടെക്നോളജിക്കൽ ഇൻ്റഗ്രേഷനിൽ അതിനെ IoT ഒക്കെ വെച്ച് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഒക്കെ കൊടുത്ത് കുറച്ച് ഫാസ്റ്ററായിട്ട്, കുറച്ചും കൂടി ബെറ്ററായിട്ട്, ഇപ്പോൾ നിലവിൽ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം, ഒരു ബേസിക് ഒരു ലൈറ്റിനെ കൃത്യസമയത്ത് ഓണാക്കുന്ന മൊഡ്യൂൾ ആണെങ്കിൽ, അതാണ് അവരുടെ കോൺസെപ്റ്റ് എങ്കിൽ ഇനാക്സ് വിൽ ഗിവ് ദാറ്റ് അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അതിനെ മൊബൈൽ ഫോണിൽ കൺട്രോൾ ചെയ്യാനും അതിനെ സൺസെറ്റ് ബേസ്ഡ് ആക്കാനും, അങ്ങനെ നിലവിലെ മാർക്കറ്റിലെ ഏറ്റവും ഹയർ സാധനം എന്താണോ അതിനോട് മെർജ് ചെയ്ത് കൊടുക്കാനും ഇനാക്സിന് പോസിബിൾ ആയിരിക്കും. Okay, so you guys are the one who provides technical or hardware solutions for every startup? Yes, every startup. അത് ഇപ്പോൾ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലേക്ക് ഇപ്പോൾ റാക്കിൽ ഇൻക്യുബേറ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു ഹാർഡ്വെയർ പ്രൊഡക്റ്റ് വേണം സോഫ്റ്റ്വെയറിനോട് ക്ലബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുട്ടികളുടെ എഡ്യൂക്കേഷനൊക്കെ പറ്റിയ മെത്തേഡ് ആണെങ്കിൽ ഓൾറെഡി ഇനാക്സ് റിസർച്ചിലുള്ള സബ്ജക്റ്റുകളാണ് കുട്ടികളുടെ എഡ്യൂക്കേഷനിലുള്ള പ്രോഡക്ട്സ്. അപ്പം നമ്മളോട് അസോസിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ we will should cooperate.